ഹലോ ഹലോ ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസമായി ചിന്തിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 2-3 പേര് കൂടി, അതായത് ഞാൻ, ശോഭ ചേച്ചി, പ്രതിമ, ഞങ്ങൾ 3 പേരും കൂടെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയെന്ന് കുറേ ദിവസമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരമാണ് ഈ തുലിപ്പ് ഫാം തുറന്നിരിക്കുന്നതൊക്കെ കണ്ടത്. അപ്പം ഞങ്ങൾ 3 പേരും ഒരേ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് 1-2 ദിവസം മാത്രമാണ് ഞങ്ങൾ വർക്ക് ചെയ്യാത്ത ദിവസങ്ങൾ കിട്ടത്തുള്ളൂ. 3 പേരും വർക്ക് ചെയ്യാത്ത ദിവസങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം നോക്കി, അതൊരു ഏപ്രിൽ 18 ഞങ്ങൾ ബുക്ക് ചെയ്യാനുള്ള തുക 21 പൗണ്ടായിരുന്നു. മറ്റേ ക്രൗളിയിലുള്ള തുലിപ്പ് ഗാർഡൻ, അതാണ് ഞങ്ങൾ പോയത്. ഇപ്പം ഞാൻ 10-15 വർഷമായിട്ട് 10-12 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല ഈ തുലിപ്പ് ഗാർഡനിൽ. പല വർഷങ്ങളും ഇതുപോലെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടും അപ്പോൾ ഫെലിക്സും പിള്ളേരൊക്കെ പോയിട്ടും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. 21 പൗണ്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ നിരക്കുമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് കരുതി. ഇപ്പോൾ രാവിലെ അവർ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കരുതി. റാപ്പും പിന്നെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി. പിന്നെ അവിടെ പിക്നിക്ക് പോലെ ഇരുന്ന് പായൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കയ്യിൽ എടുത്തുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ തിരിച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ഇവർ മാറിയിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാനും എടുത്തായിരുന്നു, പക്ഷെ അത് ഞാൻ കയ്യിലെടുത്തില്ല. കാറുണ്ടല്ലോ, കാറിൽ വന്ന് മാറാലോ എന്ന് കരുതി. കാരണം ഈ ചുമന്നുകൊണ്ട് നടക്കണ്ട, എൻ്റെ ഒരു വലിയ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അത് ഇങ്ങനെ കയറി അകത്തേക്ക് ഒരുപാട് നടന്ന് പോയാലാണ് നമ്മൾ വലിയ ഇതിനകത്ത് എത്തത്തുള്ളൂ, ഈ ഗാർഡനകത്ത് എത്തത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം നമ്മളിങ്ങനെ കുഞ്ഞ് ബുഷുകൾ പോലെ നമ്മളെ തുലിപ്പുകൾ കണ്ട് ഇങ്ങനെ കുതിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഏതാണ്ട് 1.5 ബില്യൺ അങ്ങനത്തെ തുലിപ്പുകൾ നട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഇൻ്റർനെറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും അവസാനമാണ് ഭയങ്കര വിശാലമായി നിരന്ന് കിടക്കുന്ന തുലിപ്പ് പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുവരെ നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ചെറിയ സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ പിന്നെ ആ വലിയ വിശാലമായത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലെ ബാറ്ററിയും തീർന്നു പോകും, നമ്മുടെ ആ ഊർജവും തീരും. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. നടക്കുകയും ഫോട്ടോ എടുക്കുകയും ഇത് എന്തോരം കണ്ടാലും നമുക്ക് മതി വരത്തില്ല. അതിനകത്തൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ. വൈറ്റ് റെഡ് പിന്നെ ലൈറ്റ് വരകളായിട്ടുള്ള റെഡും വൈറ്റും കൂടെ ഉള്ളത് പൂക്കൾ. എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ ആ കോമ്പിനേഷൻ കാണുമ്പോൾ അതിൻ്റെ എന്ത് സംഭവമാണല്ലോ, സാരി ആണല്ലോ, എന്താണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ പിന്നെ ഇവിടെ അതിനകത്ത് കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ആ ഫോട്ടോ സ്പോട്ടുകളൊന്നും മിസ്സാക്കരുത്, എവിടെ നിന്നാലും നല്ല ഭംഗിയാണ്. പിന്നെ ആകെ നമുക്ക് നോക്കേണ്ടത് മറ്റേ ഷാഡോ മുഖത്തേക്ക് വല്ലതും വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ശോഭ ചേച്ചി എന്ന് പറഞ്ഞ് അവരുടെ പുള്ളിക്കാരിയുടെ 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പം കാറ് നിറയെ ആളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൈതാനത്ത് പോയിരുന്നിട്ട് കുറച്ച് നെയ്യപ്പമൊക്കെ കഴിച്ചു. കാരണം ഞങ്ങൾ എല്ലാ സാധനങ്ങളൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാരണം ചുമന്നുകൊണ്ട് നടക്കണ്ട ഇത്രയും ദൂരം. അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരുപാട് ഫുഡുകളൊന്നും അതിനകത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല കേട്ടോ. ഐസ്ക്രീമൊക്കെ ഞാൻ കണ്ടോളൂ. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി കാറിൽ പോയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ചോറുണ്ടിട്ട് വൈകുന്നേരമാണ് എല്ലാവരും പോയത്. ഒരു 1 ഡേ ട്രിപ്പിനുള്ള എല്ലാം ഉണ്ട്. അതായത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിന്നെ ആ ഒരു വൈബ് എൻജോയ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മസ്റ്റ് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ പൂക്കൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 3-4 കിഴങ്ങ് തുലിപ്പ് നട്ടിട്ട് അതുണ്ടായപ്പോൾ ഉള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നമ്മളൊരു ഇത്രയും വലിയൊരു ഗാർഡനിൽ വന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ബൂസ്റ്റും എനർജിയും പോകാൻ തോന്നത്തില്ല. എന്തോരം വെറൈറ്റി കളേഴ്സാണ്. ദൈവം ഇത്രയും കളേഴ്സൊക്കെ നമ്മുടെ ലോകത്തുണ്ടോ എന്ന് തന്നെ ചിന്തിച്ചു പോകും. അത്രയും അത് ഭയങ്കരമായിരുന്നു. ആരൊക്കെയോ പണ്ടൊക്കെയോ പറഞ്ഞ കേട്ടായിരുന്നു ഇതിനകത്തൊന്നും കാണാനില്ലെന്ന്. എനിക്ക് തോന്നുന്നത് കാണാനില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കളേഴ്സ്. എന്ത് ഭംഗിയാന്ന് നോക്കി ആ പാറ്റേൺ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ അതാണ്. അതിനകത്തുണ്ടായിരുന്ന മൊത്തം എല്ലാ പൂക്കളിൽ നിന്നും ആ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത്
അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ കളേഴ്സിനെയും എന്നാ പറയുക വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേസിങ്. പോയി കാണുക കേട്ടോ.